എന്നോട് ആദ്യം ചോദിച്ചത് കെട്ടിപ്പിടിക്കാൻ അറിയോ സതീഷ് എന്ന് ചോദിച്ചു. അപ്പൊ ശമ്പളം കിട്ടിയ എന്തും ചെയ്യും? അങ്ങനെയല്ല, ശമ്പളം കിട്ടിയ എന്ത് ചെയ്യാ. 1.5 മാസം കൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് കണ്ടുപിടിച്ചത്. കുറച്ച് ഓവറല്ല അത്. 18+ കണ്ടന്റ് മാത്രം എടുത്ത് ചെയ്തിട്ട് വൈറലാവാൻ. പക്ഷെ താങ്കളുടെ റീലില് ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു പുതുമ ഞാൻ കണ്ടില്ല. ഒരു എന്താ പറയാ, ഈ ഒരു 80+ കാറ്റഗറിയിലുള്ള ഒരു ആളവളാഞ്ചൻ എന്നൊക്കെ പറയും. ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത് നേരത്തെ അറിയായിരുന്നു പറയുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നേരത്തെ അറിയാവുന്ന ഒരാള് ചികിത്സ തേടി പോയേരെ. ഞാൻ ഒരു നിമിഷം കരഞ്ഞു പോയി. ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ. ഇപ്പൊ നമുക്കിപ്പോ ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ടല്ലോ, ചാൻസ് കിട്ടിയാൽ താങ്കൾ അതിൽ അഭിനയിക്കൂ? മനസ്സിലായില്ല. 18+ ആയിട്ടുള്ള കുട്ടികൾ കാണുന്നുണ്ട്, അതിനുള്ള ഇടയിലുള്ള കുട്ടികൾ പെട്ടെന്ന് കാണാം, ചാൻസ് കൂടുതലാണ്. അപ്പൊ തോന്നിയിട്ടില്ലേ ഇത്? ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് അതിലെന്താ വൃത്തികേടായിട്ട് തോന്നുന്നു? അതിനനുസരിച്ച് കോലം മാറുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് എല്ലാവരും മാറും. വെൽക്കം ടു ഇൻഫ്രൈ മീഡിയ. അപ്പോൾ ഇന്ന് വളർന്നു വലുതായി വരുന്ന ഒരു കലാകാരനാണ്. അതെ, പേര് സതീഷ്, ഫാഷൻ ഡിസൈനറാണ്. കാട്ടുമങ്ക അല്ലേ? കാട്ടുമങ്ക അല്ലേ? ഏതാണ് ഷോർട്ട് ഫിലിം ആണോ അതോ ആൽബം? അത് ആർക്കൊപ്പമായിരുന്നു അഭിനയിച്ചത്? അത് രേണു സുധി. അതല്ലേ, ഓക്കെ, യെസ്. അപ്പോൾ രേണു സുധിയുടെ നായകനാണ്. കത്തി നിൽക്കുന്ന നമ്മളൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് രേണു സുധി. അപ്പൊ എങ്ങനെയായിരുന്നു കാട്ടുമങ്കയിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജോലി, ഞാൻ ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇൻസ്റ്റാ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസൈനിങ് ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ഫാഷൻ ഷോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അൻഷാദാണ് എന്നെ കാട്ടുമങ്കയിലേക്ക് വിളിച്ചത്. അങ്ങനെയാണ് കാട്ടുമങ്കയിലേക്ക് വന്നത്. അപ്പൊ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം ഫാഷൻ ഡിസൈനിങ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നോ? ആദ്യം ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഞാൻ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ 2-3 പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങളിൽ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഞാൻ സ്റ്റോപ്പ് ആക്കിയതാ. പിന്നെ എന്തോ ഒരു സുപ്രഭാതത്തില് കാട്ടുമങ്കയിലേക്ക് വിളിച്ചു. അങ്ങനെ പോയി. പെട്ടെന്നായി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യും, വളരെ ഫാഷൻ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ലൈഫ് എങ്ങനെയാണ് ഫാഷൻ ഡിസൈനിലേക്ക് എത്തിയത്? ലൈഫ് എന്ന് പറഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. തുടർന്ന് പഠിക്കാൻ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പഠിപ്പ് നിർത്തിയതാ. അപ്പൊ പിന്നെ അമ്മയുടെ അസുഖവും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടേ. അങ്ങനെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിലേക്ക് പഠിക്കാനായിട്ട് പോയത്. അപ്പൊ പിന്നെ അങ്ങനെ സ്റ്റിച്ചിങ് അന്നൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് നമുക്ക് പറഞ്ഞു തരില്ല അവര്. നമുക്ക് അന്ന് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവര് ചെയ്യണത് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കി നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. ഞാൻ 1 മാസം കൊണ്ടാണ് കണ്ടുപിടിച്ചത്. എനിക്ക് ഭയങ്കര വാശി കൂടുതലാ. ഒരു കാര്യം വിചാരിച്ചത് നടത്തണം. അങ്ങനെ എനിക്ക് ഭയങ്കര വാശി കൂടുതൽ. അങ്ങനെയാണ് ഞാൻ 1.5 മാസം കൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് കണ്ടുപിടിച്ചത്. പിന്നെ അന്ന് ഞാൻ അന്നൊക്കെ നൈറ്റി ഭയങ്കര ട്രെൻഡാ. ഒരു 5 തരം നൈറ്റി ഞാൻ കടകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത്. സ്വന്തമായിട്ട് നിസ്സാര പൈസയുള്ളൂ, ചെറിയ ചെറിയ പൈസയുള്ളൂ. അങ്ങനെയാണ് അന്നേ മുതൽ വരുമാനം കണ്ടെത്താൻ തുടങ്ങി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്റ്റിച്ചിങ് ഞാൻ ഓൾറെഡി ഇപ്പൊ ഒരു 16 വർഷത്തോളായി, 16-17 വർഷത്തോളായി 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചെയ്യണത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നി തന്നെ ഞാൻ ഇങ്ങനെ ഓരോ ഡിസൈനുകളും ഇങ്ങനെ തന്നെ ഞാൻ പേപ്പറിലും മറ്റേ ന്യൂസ് പേപ്പറിലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മെമ്മറി കൂടുതല. ഒരു കാര്യം ഒരു വട്ടം കണ്ടാൽ മതി, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെയാണ് ഫാഷൻ ഡിസൈനിങ് തിരഞ്ഞെടുത്തു. അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അല്ലേ? എങ്ങനെ ഷോപ്പൊക്കെ ഉണ്ടോ അതിന്റെ? എനിക്കുണ്ട്, 2 ബോട്ടിക്ക് ഉണ്ട്, തൃശ്ശൂരുണ്ട്, ഗുരുവായൂരുണ്ട്. അപ്പൊ എങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഫാഷൻ ഡ്രസ്സുകളോടൊക്കെ എങ്ങനെയാ പിള്ളേർക്കുള്ളൊരു താല്പര്യം? ഇപ്പൊ പിള്ളേർക്ക് താല്പര്യം എന്ന് വെച്ചാൽ ഓരോ ഷോക്കും. ഇപ്പൊ ഞാൻ പണ്ട് 1 വർഷം മുപ്പാട് ഞാൻ ചെന്നൈയില് ഇമാജിന്റെ ഫാഷൻ ഷോ ചെയ്തിരുന്നു. ഇമാജിൻ മെർമെയ്ഡ് കമ്പനിയുടെ ഒഫീഷ്യൽ മോഡലാണ് ഞാൻ, മോഡലായിട്ട്.
അപ്പൊ അവര് മുഖേന ഞാൻ ഇമാജിന്റെ ഷോയ്ക്ക് പോയിരുന്നു ചെന്നൈയിൽ. എന്റെ ഫസ്റ്റ് എൻട്രി അവിടെ നിന്നാണ്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഓരോ കോസ്റ്റ്യൂമും നമുക്ക് അവരാണ് നമുക്ക് തരാം. ഇപ്പൊ മെയില് ഫീമെയില് അവര് നമ്മളെ, അതായത് നമ്മളെ രൂപം കണ്ട അവര് നമുക്ക് കോസ്റ്റ്യൂം തരും. അങ്ങനെയാണ് ഷോക്ക് നമ്മൾ റാമ്പിന് ഇറങ്ങാം. ഇപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ഇല്ല, പലരും പല ട്രെൻഡിലാണ് ഇപ്പോ ഓരോ ഡ്രസ്സുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പൊ പുറത്തുനിന്ന് നമ്മളൊരു റെഡിമെയ്ഡ് ഡ്രസ്സ് മേടിച്ചാലും ആരും നമുക്ക് സ്റ്റിച്ചിങ് തരുന്നില്ല. ജെൻസി ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ എന്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ ചെയ്യാം. ഇപ്പൊ ഈ പാന്റിന്റെ പേച്ചടിയും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരും, ഇപ്പൊ ജെന്റ്സ് ആയാലും ലേഡീസ് ആയാലും എല്ലാവരും അവരാരുടെ ഇഷ്ടത്തിന് അവരാരും തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്കൊക്കെ വരുമാന മാർഗം കുറഞ്ഞു, ഇപ്പൊ കുറഞ്ഞു. അതൊരു വിഷമാണ് അല്ലേ? ഇല്ല, എനിക്ക് പല പല മേഖലകളുള്ള കാരണം. ഈ പല മേഖലകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ് തുടങ്ങി, ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചു, പിന്നെ നിരവധി റീലുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അതൊക്കെ തോന്നുന്നു താങ്കൾ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യായിരുന്നു. താങ്കളെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പൊതുവെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവരെ പറ്റി കൃത്യമായിട്ട് ഡീറ്റെയിൽ എടുത്ത് കൃത്യമായിട്ട് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇന്റർവ്യൂവിന് വരെ ഇങ്ങോട്ട് വിളിക്കാറുള്ളത്. കാരണം അവർക്ക് അത്യാവശ്യം നല്ല ഇതാണ്. അപ്പോൾ ഞാൻ ഈ റീൽസുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ഈ നമ്മളീ പറഞ്ഞ കാട്ടുമങ്കയിലേക്കും ഞാൻ ഓൾറെഡി മടങ്ങി വരാം, കാരണം അവിടെയും കുറേ ചോദ്യങ്ങൾ എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ റീൽ ഒരു ട്രെൻഡാണല്ലോ എല്ലാവർക്കും, പലരും കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് വ്യത്യസ്തമായിട്ടുള്ള റീലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ താങ്കളുടെ റീലിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു പുതുമ ഞാൻ കണ്ടില്ല. ഒരു എന്താ പറയുക, ഈ ഒരു 80+ കാറ്റഗറിയിലുള്ള ഒരു ആളവളാഞ്ചൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നല്ലതല്ല, ഒട്ടും നല്ലതല്ല. താഴത്തെ കമന്റ്സുകളൊക്കെ വളരെ മോശം. കാരണം താങ്കളത് ഇങ്ങനെ ചെയ്തു പോകുന്നു. എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ഒരു റീലുകളൊക്കെ ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടോ? കാരണം ഒരു ഫാഷൻ ഡിസൈനറാണ്, അതുപോലെ തന്നെ ഈ അഭിനയിക്കുന്നു, എന്നിട്ടും ഇത്തരത്തിലുള്ള റീൽസുകൾ ചെയ്യുമ്പോൾ താങ്കൾക്ക് തോന്നിയിട്ടില്ല അത് വേണ്ടെന്ന് തോന്നിയിട്ടില്ല? അങ്ങനെയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി, ഞാൻ എൻ്റെ ജോലിയായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തതിനൊക്കെ വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റ് ഒരുപാടുണ്ട്. പക്ഷെ ഈ നെഗറ്റീവാണ് നമുക്ക് പല വിധത്തിലും പോസിറ്റീവായി മുന്നോട്ട് നമ്മൾ പോവാം. അത് യൂട്യൂബും ഇതിന്റെ കൽഗുരുതാണ്. എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ നെഗറ്റീവ് കിട്ടിയാൽ മാത്രമേ ഫേമസ് ആവാൻ സാധിക്കുള്ളൂ. ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യണത്. ഞാൻ എന്റെ ജോലി എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജോലി, അപ്പൊ ഈ ജോലിക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് വേണമല്ലോ? എനിക്ക് വരുമാനം, അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? ഞാൻ ഓൾറെഡി ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ് ആണ്. ആ നിലയിൽ എന്നെ പല ചാനലിൽ നിന്നും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ ഓരോ പേയ്മെന്റ് തന്നെ നമ്മൾ പോണു, വർക്ക് ചെയ്യണു, പോരുന്നു. അവര് പറഞ്ഞ സാധനമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പാട്ടിടുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ആണോ? അല്ല, ഞാനൊരു റീല് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചതാണ്, എന്താ അങ്ങനെയൊക്കെ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റീല് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലേക്ക് പോകുമല്ലോ. ഈ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിരി ഉണ്ടാവണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യം, 18+ കണ്ടന്റ് മാത്രം എടുത്ത് ചെയ്തിട്ട് വൈറലാവാൻ എന്തെങ്കിലും, അതാണ് ഞാൻ ചോദിച്ചത്. വൈറലാവാൻ വേണ്ടിയിട്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ജോലിയായിട്ട് തന്നെ ഞാൻ അത് കണക്കൂട്ടി പോകുന്നു. കണക്കൂട്ടിട്ടുള്ളൂ. അതിന് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പൊ ശമ്പളം കിട്ടി എന്തും ചെയ്യും? അങ്ങനെയല്ല, ശമ്പളം കിട്ടിയ എന്ത് ചെയ്യാ. പക്ഷെ ആ വീഡിയോയില് ശമ്പളം കിട്ടിയ എന്ത് ചെയ്യുന്ന ആ വീഡിയോയിൽ ഇല്ല. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മളതിൽ ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. എന്തൊക്കെയാ ശരിക്കും സാധാരണ ഇങ്ങനെ പോകുന്ന 18+ കണ്ടന്റുകളിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് അവര് സാധാരണ പറയാറുള്ളത്? അവര് ലവ് സീൻ അഭിനയിക്കാൻ പറയും മെയിൻ ആയിട്ട്. അതില് കുറച്ച് ഓവറല്ല അത്? എനിക്ക് തോന്നിയിട്ടില്ല. ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നണല്ലോ ഓവറാണ്, എനിക്ക് തോന്നിയിട്ടില്ല. ആക്ടർക്ക് തോന്നിയിട്ടില്ല? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ആക്ട്രസ് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും കൂടെ അഭിനയിക്കുന്ന സ്ത്രീകൾ ഇത് കുറച്ച് ഓവറല്ലേ ചോദിച്ചിട്ടുണ്ടോ? അതായത് അവര് അഭിനയിക്കാനായിട്ട് വരുന്നവര്, ഇപ്പൊ എന്റെ കൂടെ അഭിനയിച്ചൊരു പെൺകുട്ടിയുണ്ട് റിയ. ഞാൻ അവരും കൂടി അഭിനയിക്കുമ്പോ അവർക്ക് ഏജ് തോന്നും, എനിക്ക് പ്രായം കുറവ് തോന്നും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് പറയാറുണ്ട്. ആന്റി അതുപോലെ തന്നെ അതെ, അങ്ങനത്തെ ഒരു ഫീലാണ് സാധാരണ റീല് കണ്ടപ്പോ കിട്ടിയൊരു ഫീൽ അതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇത് അവര് പറയാറുണ്ട്. അത് കുറച്ച് ഓക്കെ. ദെൻ അപ്പോൾ ഇത്തരത്തിലുള്ള റീലുകൾ ചെയ്യുമ്പോൾ താങ്കൾക്ക് അതിന്റെ പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് താങ്കൾക്ക് കിട്ടുന്നുണ്ട്. യെസ്. ഇനിയിപ്പോൾ നമ്മൾ കാട്ടുമങ്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ രേണുസുധിന്റെ നായകനായിട്ട് അഭിനയിച്ചപ്പോൾ എന്നൊരു ഫീൽ എന്തായിരുന്നു? രേണുസുധ് ഓൾറെഡി കത്തി നിൽക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ. അപ്പൊ അതിന്റെ ഒരു ഫീൽ എങ്ങനെയാ? വളരെ സന്തോഷം. ഞാൻ എന്നെ ഇതിൽ വിളിക്കുമ്പോൾ അൻഷാദിനോട് ഞാൻ ചോദിച്ചത് ആരാ നായിക എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് രേണുസുധി ആണെന്ന് പറഞ്ഞപ്പോഴാണ്
ഞാൻ ആദ്യം നോ പറഞ്ഞു. ആദ്യം ഞാൻ നോ പറഞ്ഞു, ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, നെഗറ്റീവ്. അവർ നെഗറ്റീവിലൂടെയാണ് പിന്നെ ഇപ്പൊ പോസിറ്റീവ് ആണ്. ബിഗ് ബോസ് വലിയ ഷോയിലും കാര്യങ്ങളൊക്കെ അവർ വന്നു കത്തി നിന്ന ഒരു സമയമാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് വിളിച്ചു, സതീഷിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ചെയ്യാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ കാട്ടുമങ്കലേക്ക് വന്നത്. പിന്നെ ചേച്ചി വളരെ അടിപൊളിയാണ്. തീർച്ചയായിട്ടും രേണുസുതിയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ രേണുസുതി അല്ലേ? അതെ. ഓക്കെ. ശരിക്കും രേണുസുതി എന്ന് പറയുമ്പോഴേ, സുതി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം വളരെ പ്രശസ്തനായിട്ടുള്ളൊരു നടനാണ്. അദ്ദേഹം നിരവധി വേദികളിൽ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ചിട്ടുള്ള, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിൽ നിന്നും മറഞ്ഞു പോയിട്ടുള്ളൊരു കലാകാരനാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രേണു. പിന്നീട് പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലുവൻസറായി മാറുന്നു, സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്ന താരമായി മാറുന്നു. എല്ലാവരും രേണുസുതിനെ പറഞ്ഞ അഭിനയിക്കാനൊക്കെ വിളിച്ച് രേണുസുതിയിലൂടെ എല്ലാവരും വൈറലാകാൻ ശ്രമിക്കുന്നു. എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക്? രേണു വൈറലായത് സുധി എന്ന പേരിലൂടെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് നല്ലൊരു കലാകാരനാണ്. എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളാണ്. അപ്പൊ ആളുടെ വൈഫ് രേണു സുധി. അപ്പൊ സുധി ചേട്ടൻ മരിച്ചപ്പോഴാണ് രേണു രംഗത്തേക്ക് വന്നത്. അപ്പോ അതുകൊണ്ടാണ് രേണു സുധി കത്തി ഇപ്പൊ നിക്കണം, ഇപ്പോഴും നിക്കണത് സുധി എന്ന പേരിലൂടെയാണ്. അതെ, സുധി എന്ന പേരിലൂടെ തന്നെയാണ്. പക്ഷെ നമ്മൾ മൺമറഞ്ഞു പോയ ആളെ വീണ്ടും എടുത്തിട്ട് മീൻസ് ഇപ്പോൾ പൊതുവെ ഇപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഓൾറെഡി അഭിനയിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഏതൊരു കണ്ടന്റ് എടുക്കുമ്പോഴും ആ കണ്ടന്റിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് വൾഗാരിറ്റി കൂട്ടിച്ചേർത്ത് സുധിയുടെ പേര് കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രവണത പലരിലും കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രവണത മോശമല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രേണു അത്ര പോരെ, രേണു ഓൾറെഡി വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. സുധി ഹൈലൈറ്റ് ആയി രേണു സുധി. പക്ഷെ അദ്ദേഹം മൺമറഞ്ഞു പോയില്ലേ? അദ്ദേഹം ഓൾറെഡി അത്രയും നല്ല കലാകാരനല്ലേ. വീണ്ടും അദ്ദേഹത്തെ എടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ കൂടുതൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഇപ്പോൾ രേണു ഈ ഒരു സംഭവത്തിലേക്ക് വരാറില്ല. ഓക്കെ ദെൻ. അപ്പോൾ അഭിനയിച്ച സമയത്ത് എങ്ങനെ, നേരത്തെ അനുഭവം പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയാണ് പുള്ളിക്കാരത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നി? എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തരും. ഇപ്പോൾ ഞങ്ങള് ഈ കാട്ടുമങ്ക ചെയ്യുമ്പോൾ നമുക്ക് തലേ ദിവസമാണ് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തണത്. ഫസ്റ്റ് എൻട്രി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ചേച്ചിനെ അവിടെ വെച്ചിട്ട്. അപ്പം ഞാനൊരു പുതിയ ആളാണ്, ചേച്ചീനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അന്ന് ചേച്ചി നല്ല കത്തി നിന്ന സമയം ചേച്ചി നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് നേരിട്ട് സംസാരിച്ചത്. അപ്പം ടെൻഷനൊന്നും അടിക്കണ്ട, അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് ചേച്ചി നമുക്കൊരു പോസിറ്റീവ് തലേ ദിവസം തന്നെ തന്നു. പിന്നെ ഞങ്ങള് കുറെ അന്ന് ഞങ്ങളവിടെ എത്തിയപ്പോ തന്നെ ഇളവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെയായിരുന്നു നമുക്ക് ഷൂട്ട്. അവിടെയായിരുന്നു റിസോർട്ട്. നമ്മളെ റിസോർട്ടിലായിരുന്നു അന്ന് തലേ ദിവസം. അപ്പൊ നമ്മള് പുലർച്ചെ വരെ നമ്മള് കളിയും ചിരിമ്പകളും ഷൂട്ടിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഈ ദിവസം നമ്മള് ഷൂട്ട് രാവിലെ 6 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ ചേച്ചി നമുക്ക് എന്തായാലും നമുക്ക് പറഞ്ഞു തരും. രേണു ശരിക്കും ഭയങ്കര വൈബാണോ ലൊക്കേഷൻ? അതെ, എന്നോട് ആദ്യം ചോദിച്ചത് കെട്ടിപ്പിടിക്കാൻ അറിയോ സതീഷ് എന്ന് ചോദിച്ചത്. ഫസ്റ്റ് ചോദ്യം അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതാണ് ആദ്യം ചോദിച്ചത്. സതീഷ് ഓക്കെ ആയിരുന്നു. ഞാൻ ഓക്കെ ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂല് എനിക്ക് ഡിഫറെന്റ് മീഡിയയുടെ ഇന്റർവ്യൂല് അതിലൊരു ചോദ്യം ചോദിച്ചിരുന്നു, രേണുസുതിയായിട്ട് സതീഷിന് അവിഹിതം ഉണ്ടോ? അത് ആവശ്യമില്ലാത്ത ചോദ്യം. പലവരും അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിപ്പോ രേണുവിനെ പറ്റിയിട്ട് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാലും വീണ്ടും അവർ പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരു 3-4 വട്ടം അവര് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചു. ഈ അവിഹിത ബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ അനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. താങ്കൾ കൂടെ അഭിനയിച്ച ഒരു വ്യക്തിയാണ്, താങ്കൾക്ക് അറിയാം രേണു ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, രേണുവിന് ക്യാൻസറാണ്. അപ്പോൾ രേണുവിന് ഇപ്പം ഈ ഒരു ക്യാൻസർ എന്ന് അറിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ കുറ്റം പറഞ്ഞ ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസർമാരൊക്കെ കരഞ്ഞും മറ്റുള്ള ചാനലൊക്കെ ഇരുന്ന് കരഞ്ഞും മെഴുകുന്നൊരു സീനൊക്കെ ഇപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അഭിനയിക്കുമ്പോൾ അറിയായിരുന്നോ രേണു ചേച്ചിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു
ക്യാൻസറെ പോലുള്ള ഒരു ഇതുണ്ട് എന്നുള്ളത് താങ്കൾ അറിഞ്ഞിരുന്നോ? ഞാൻ അതായത് ഈ സംഭവം ഞങ്ങളിൽ പെട്ട വളരെ കുറച്ച് പേർക്ക് നേരത്തെ അറിയായിരുന്നു. ഒരു 4-5 പേർക്ക് അറിയായിരുന്നു. ഈ അടുത്താണ് ഈ സംഭവം അറിഞ്ഞത്. താങ്കൾക്ക് അറിയായിരുന്നു? സതീഷിനും അറിയായിരുന്നു. പബ്ലിസിറ്റി ചെയ്യാനായിട്ട് മുപ്പാട് തന്നെ എനിക്ക് അറിയായിരുന്നു. നമ്മള് പുറത്ത് പറഞ്ഞില്ല എന്നുള്ളൂ, അറിയായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ അപ്പൊ രേണു ചേച്ചി പറഞ്ഞ പോലെ രേണു ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത് നേരത്തെ അറിയായിരുന്നു പറയുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ അറിയാവുന്ന ഒരാള് ചികിത്സ തേടി പോയേരെ, മനസ്സിലായോ? അപ്പൊ എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞ വട്ടം രേണു ഇന്റർവ്യൂല് പലവട്ടം പറഞ്ഞിരുന്നു, ഇത് എനിക്ക് നേരത്തെ അറിയായിരുന്നു, എനിക്ക് 15 വയസ്സിലൊരു മുഴ ഉണ്ടായിരുന്നു, ചിലപ്പോൾ മുഴ ഉണ്ടായിരിക്കാം, പക്ഷെ ചെക്കപ്പ് ചെയ്തില്ല, എനിക്കിത് നേരത്തെ അറിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നില്ല, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇപ്പോഴാണ് അറിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് താങ്കൾ കേട്ട സമയത്ത്, രേണുവിന് ഇങ്ങനെ ക്യാൻസർ ആണെന്ന് കേട്ട സമയത്ത് കൂടെ അഭിനയിച്ചൊരു പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് എന്താ ഫീൽ ചെയ്ത്? വിഷമം തോന്നി. ഞാൻ ഒരു നിമിഷം കരഞ്ഞു പോയി. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ അങ്ങനെ കരയാത്ത ഒരാളാ. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോഴേ എനിക്ക് പ്രയാസം തോന്നിയിരുന്നു, കരഞ്ഞു പോയി. ഭയങ്കര നിഷ്കളങ്കയാണോ രേണു? പാവണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം ഗോസിപ്പാണ്. അതെ അതെ അല്ലേ? നമ്മള് അതായത് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ആരും വിലയിരുത്തരുത്. നമ്മൾ നേരിട്ടവരെ കാണണം, നേരിട്ട് അവരായിട്ട് ഇടപഴകണം. അപ്പോഴാണ് അവരെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സ്ക്രീനിൽ നമ്മൾ പല വേഷങ്ങളും കെട്ടേണ്ടി വരും, അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ജോലി. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാൾ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണണം. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അപ്പം അറിയാം. തീർച്ചയായിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കാട്ടുമങ്കയിൽ ഈ പറഞ്ഞ പോലെ അഭിനയിച്ചു. എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? അത് 2 ദിവസമാണ്. 2 ദിവസം ഷൂട്ട് ഫുൾ അവിടെ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ മുന്നേ പറഞ്ഞിരുന്നു പറഞ്ഞ പോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ട് പെട്ടെന്ന് നിർത്താൻ കാരണം? ഇനി ചിലപ്പം നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയില്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയല്ല, അത് ശരിക്കും ചിലപ്പോൾ അതായിരിക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഒരേ മുഖം എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്ത്, ഒരേ മുഖം. അതിന് നമുക്ക് അന്ന് തൃശ്ശൂർ കേരള കോളേജിലായിരുന്നു അന്നത്തെ കാലത്ത് ഷൂട്ട്. നമ്മുടെ ഗായത്രി സുരേഷൊക്കെ വന്ന സമയം, സ്റ്റാർട്ടിങ് വന്ന സമയം. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ, എനിക്ക് തോന്നുന്നു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടതുകൊണ്ട് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ സവാരി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, സുരാജ് തൃശ്ശൂര്. അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ. പിന്നെ എനിക്ക് തോന്നി ചെറിയ ചെറിയ വേഷങ്ങളായിരിക്കും കിട്ടാൻ പോവാ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ പ്രശ്നം കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ആക്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല? ഇല്ല. അതെന്തുകൊണ്ടാ? ഇല്ല, അതിന് നോക്കിയിട്ടില്ല. അല്ല, ഇപ്പൊ സാധാരണ മെക്കാനിക്കൽ ആക്ടിങ് ഒക്കെ വളരെ ഉണ്ട്, പഠിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് അത് ചിലപ്പോ എനിക്കൊരു സൈഡ് ജോലി ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ അതിലേക്ക് ശ്രമിക്കാത്തത്. ഈ സൈഡ് ജോലിക്കൊപ്പം തന്നെ, ഈ സൈഡ് ജോബിനൊപ്പം തന്നെയാണോ ഈ റീൽസുകളിൽ ചെന്ന് അഭിനയിച്ചിട്ട് ഇതാക്കുന്നത്? നേരിട്ട് വിളിച്ച് നേരെ. അപ്പൊ സതീഷ് ഈ റീൽസിന്റെ സംഭവങ്ങളൊക്കെ പോകുന്ന സമയത്ത് സതീഷ് ചെക്ക് ചെയ്യില്ലേ ആ പ്രൊഫൈലൊക്കെ എങ്ങനെയുണ്ടെന്നൊന്നും ചെക്ക് ചെയ്യാറില്ല? ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ എന്റെ കമന്റ് ഞാൻ തന്നെ കണ്ടിച്ചിരിക്കും. അതെന്തുകൊണ്ടാ? ചില സമയങ്ങൾ നമുക്ക് സന്ദർഭത്തിൽ ചിരി വരും. ഓരോരുത്തർ കമന്റ് ഇടുമ്പോ ചില സമയത്ത് വിഷമം തോന്നാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കമന്റ്സ് അങ്ങനെ നോക്കാറില്ല, ചില സമയങ്ങളെ നോക്കാറുള്ളൂ. മലപ്പുറം വേണ്ടാന്ന് എന്താ വെച്ചാൽ നല്ലതൊന്നും ഉണ്ടാവില്ല, ഒക്കെ ചീത്തയായിരിക്കും, അപ്പൊ ഞാൻ നോക്കാറില്ല. ഇത് നല്ല ഫേസ് നോക്കിയിട്ട് ആരെങ്കിലും പെട്ടെന്ന് താങ്കളൊരു ബംഗാളിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ബംഗാളിയല്ല, ഞാൻ നല്ല മലയാളിയാണ്. ചിലപ്പോ എന്റെ ഈ കോലം കെട്ടൽ കാരണമായിരിക്കാം ബംഗാളിയാന്ന് എല്ലാവരും പറയുള്ളൂ. അതൊരു തമാശയായിട്ട് എടുത്തിട്ട് താങ്കൾ മറുപടി എന്താ പറയാറ്? എനിക്ക് ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചെങ്കിൽ, ഒരു മാസം മുപ്പാട് ഞാൻ ബസ്സിൽ പോകുമ്പോ ഒരു കണ്ടക്ടർ നമ്മളിന്ന് പൈസ മേടിക്കുമ്പോ ബായ് പൈസ, ഭയങ്കര ഹിന്ദിയിലാണ് ആള് സംസാരിച്ചത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മലയാളി. ശരിക്കും ബംഗാളികൾ കേരളത്തിൽ വന്ന സതീഷിനെ പോലെ ആളുകൾക്ക് തിരിച്ചടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം റീൽസ് എടുത്തപ്പോഴും റിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് പലരും ചോദിച്ചു ബംഗാളിയുടെ കൂടെ അഭിനയിക്കാനായിട്ട് വട്ടുണ്ടാന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബംഗാളിയല്ല. സതീഷിന് എന്തിലായിരിക്കും വട്ട്? എനിക്ക് വട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ,
എനിക്ക് നന്നായി ബുക്കുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. ചെറിയ ചെറിയ നോവല് കാര്യങ്ങളൊക്കെ അങ്ങനെ വായിച്ചിട്ട് മനസ്സിലിരിക്കുന്ന ഒരു നോവൽ ഏതായിരിക്കും? അങ്ങനെ മനസ്സിലൊന്നുമില്ല, കിട്ടുന്ന ബുക്കൊക്കെ വായിക്കാറുണ്ട്. മനസ്സിലൊന്നും ഞാൻ വെക്കാറില്ല. ഈ കഥ കവിത അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറുണ്ടോ? എഴുതാറില്ല. പിന്നെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. എഴുതാറില്ല? എഴുതാറില്ല. ഓക്കെ. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ കഴിവിലൂടെ നെഗറ്റീവ്സ് വാരിക്കൂട്ടി ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തമായി മെഗാസ്റ്റാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ. സതീഷിന് അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? നെഗറ്റീവ്സ് വാരിക്കൂട്ടിട്ട് സ്റ്റാർ ആവാൻ? നെഗറ്റീവ് രസമല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് പറയുന്നതോട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുള്ളൂ. നെഗറ്റീവ് രസമാണ്. ഞാനൊരു കടിയായിട്ട് കൂട്ടിയുള്ളത്. നെഗറ്റീവ് ബാധിക്കുന്നില്ല? ഇല്ല, ബാധിക്കാത്ത എന്താ വെച്ചാൽ എനിക്ക് വീട്ടിൽ സപ്പോർട്ടിങ് ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ താങ്ങായിട്ട് നിൽക്കണ പലരും എനിക്ക് സപ്പോർട്ടിങ് ഉണ്ട്. പിന്നെ ഞാനെന്തിനെ വിഷമിക്കണം? നമുക്ക് പുറത്തുനിന്ന് നെഗറ്റീവ് വന്ന ഒരകത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടിങ് ഉണ്ട്. അപ്പൊ പിന്നെ എനിക്കതല്ല നല്ലത്. ഗേൾഫ്രണ്ട് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ലഹരി കണ്ടെത്തിയിരിക്കുന്നത് എന്തായിരുന്നു? ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണ്. പിന്നെ എപ്പോഴെങ്കിലും ടെൻഷൻ തോന്നുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കാറുണ്ട്. എപ്പോഴെങ്കിലും. ഇപ്പൊ ഇല്ല, എപ്പോഴെങ്കിലും. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അറിയാം. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും ഇല്ല, എപ്പോഴെങ്കിലും അഡിക്റ്റ് അല്ല, എന്നാലും എപ്പോഴെങ്കിലും. ഞാൻ ഈ ലഹരി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ കലാമേഖലയിൽ തന്നെ പല മേഖലകളും കടന്നു പോകുന്നുണ്ടല്ലോ, അതിലാണ് ഞാൻ ലഹരി എന്ന് ഉദ്ദേശിച്ചത്. താങ്കൾ വഴിതെറ്റിപ്പോയതാണ്. വഴിതെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പൊ അല്ലേ? ഓക്കെ. കൂടുതൽ വഴികളിലേക്ക് തെറ്റിപ്പോകുന്നു. ഓക്കെ. അപ്പോ ഡാൻസ്. ഓക്കെ. എന്താണ്, ക്ലാസിക്കലാണോ അതല്ലെങ്കിൽ വേറെ ഭരതനാട്യം പഠിച്ചതാണോ? പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാണ്. എന്തായാലും പഠിച്ചു കഴിയില്ല, ഭരതനാട്യം എന്തായാലും പഠിച്ചു കഴിയില്ല. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലേ? പഠിച്ചോണ്ടിരിക്കാന്ന് പറയുമ്പോ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ പഠിച്ചോണ്ടിരിക്കുന്നത്? 2 വർഷം. 2 വർഷമായിട്ടുണ്ട് അല്ല? അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എല്ലാം അറിയാം, പകുതിക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് അങ്ങനെ സ്വഭാവം, കണ്ടിന്യൂസ് ഞാൻ കൊണ്ടുപോകില്ല, ഗ്യാപ്പ് ഇടും. ഇപ്പൊ 2 വർഷമായി തുടർന്ന്. ഇപ്പൊ ക്ലാസ്സിന് പോയിട്ട് സത്യം പറഞ്ഞാൽ 2 മാസമായിട്ടുണ്ടോ. അപ്പൊ ഒന്നും കൃത്യമായിട്ടൊന്നും കൊണ്ടുപോകുന്ന പരിപാടിയില്ല. എന്റെ കാര്യം കൃത്യത ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എനിക്ക് സമയം കിട്ടണില്ല. ഇനി നിലവിൽ സമയം കണ്ടെത്തണം. ഫാഷൻ ഡിസൈനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. അപ്പൊ ബാക്കിയുള്ള സംഭവങ്ങൾ വിട്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ വലിയൊരു ഫേമസ് സ്റ്റാർ ആയിക്കൂടെ? ഫാഷൻ ഡിസൈനർ, മോഡലിംഗ്, ഇതൊക്കെ കയ്യിലുള്ളതല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ വൃത്തിയായിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തു പോകുന്നുണ്ട്. മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് താങ്കൾ എടുക്കാറുള്ളത്? മോഡലിങ്ങിന് ഒരിക്കലും ഞാൻ പോകുന്നു വിചാരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മല കൂടല പല കാര്യങ്ങൾക്കും. അതായത് 10 ആൾക്കാർ നിൽക്കുമ്പോൾ ഒന്ന് ചെന്ന് നിൽക്കാൻ എനിക്ക് ഭയങ്കര ചമ്മല. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. ആ ആള് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരുപാട് മാറ്റം എനിക്ക് വന്നു. അപ്പൊ പല കാര്യങ്ങളും എനിക്ക് മാറ്റം വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മോഡലിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് എന്നെ കൊണ്ട് പറ്റുമോ? എന്താ വെച്ചെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് മുന്നിൽ കുറെ ക്യാമറമാരും കുറെ പേര് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എന്നെ വിളിച്ചാളോ, നീ പോര്, നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ പോയി. എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു, അതില് പ്രൈസും കിട്ടി. ഏതായിരുന്നു? ഇമാജിന്റെ ഷോയ്ക്ക് പ്രൈസ് കിട്ടി. ഏതായിരുന്നു പ്രൈസ്? 3ാം സ്ഥാനം, 4ാം സ്ഥാനം? 3. ഓക്കെ. അങ്ങനെ 3ാം സ്ഥാനം അങ്ങനെ അടിച്ചു മാറ്റി. ഭാവിയിൽ ഇപ്പൊ യൂത്ത് ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ, ജെൻസി കുട്ടികൾ വരുന്നുണ്ട് ഈ പറഞ്ഞ മേഖലയിലേക്ക്, മോഡലിലേക്ക്. അങ്ങനെ വരുന്ന കുട്ടികൾക്ക് താങ്കൾ കൊടുക്കുന്ന ഒരു സജഷൻ എന്തായിരിക്കും? മോഡലിംഗ് ഫീൽഡ് ആണെങ്കിൽ നമ്മുടെ അതായത് നമ്മുടെ ബോഡി നോക്കുക, സ്ട്രോങ് ആയി നിൽക്കുക, ഹെൽത്ത്. ബോഡി നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ഫുഡാണ് സാധാരണ അങ്ങനെയുള്ള കുട്ടികൾ കഴിക്കേണ്ടത്? എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് 34 വയസ്സുണ്ട്. കണ്ടാ പറയില്ല. എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഗ്ലാസ് പാല്, ഉച്ചക്ക് 12 മണി കഴിഞ്ഞാൽ എനിക്ക് ചോറുണ്ട്. ഫുഡ് നിർബന്ധമാണ്. 12 മണി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. അത്യാവശ്യം ഫുഡ് വേണം. ഇറച്ചി നോണൊന്നുമില്ല, പച്ചക്കറിയാണ് ഞാൻ, വെജിറ്റേറിയൻ.
പിന്നെ രാത്രി ഒരു ഗ്ലാസ് പച്ചവെള്ളം, ഒരു റോബസ്റ്റ് വെള്ളം. അതാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. സൗന്ദര്യം സാധാരണ രീതിയിൽ. ഓക്കെ. എസ് എം മോഡലിലേക്ക് കടന്നു വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരം നോക്കിയാൽ നമുക്ക് കുറച്ച് നാൾ മുന്നോട്ട് പോകാൻ പറ്റും. വർക്കൗട്ടുകൾ ഉണ്ട്, യോഗ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ്, നമുക്ക് ഒരുപാട് വണ്ണം വെച്ച് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല, ശരീരത്തിന് പറ്റില്ല. ഡാൻസ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടോ ഇപ്പൊ മോഡലിനോടൊപ്പം തന്നെ? ഇപ്പൊ ഞാൻ ചെയ്യണത് ഗുരുവായൂർ ഒരു ശ്രീനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് സ്കൂളിലാണ് ഞാൻ ചെയ്യുന്നത്, ഡാൻസിന്റെ. അവിടെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ രാസ കലാക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ തന്നെയുണ്ട്, അവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിൽ പുതിയൊരു ഡാൻസ് സ്കൂള് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോ ഈ അടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ മോഡലിംഗ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, മോഡലിംഗ് ഇല്ല, ഡാൻസ് ആണ് മെയിൻ ആയിട്ട്. ഡാൻസും ഫാഷൻ ഡിസൈനിങ്ങും ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 18+ റീൽസുകൾ ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ, അത് നമ്മുടെ ജോലി, 18+ ജോലി. ഈ പ്രായമുള്ള ചേച്ചിമാരെ കണ്ടെത്തുക എന്നുള്ളത് താങ്കൾ ഇഷ്ടപ്പെടുന്നതാണോ, അല്ലെങ്കിൽ താങ്കൾ ഡയറക്റ്റ് ഇഷ്ടപ്പെടുന്നതാണോ? അല്ല, 34 വയസ്സ് താങ്കളെ കണ്ടാത്തൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീകൾക്ക് കൂടെ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് ഒരു പക്ഷേ താങ്കളുടെ സെയിം ഏജ് തന്നെയായിരിക്കും അല്ലെ? സതീഷിന്റെ സെയിം ഏജ്. പക്ഷെ താങ്കളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 21 വയസ്സ്. പക്ഷെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവുന്നല്ലേ ഉള്ളൂ. 18+ തോന്നിക്കില്ലല്ലോ, ആന്റി മോൻ എന്നുള്ള ഫീൽ കിട്ടില്ലല്ലോ. അങ്ങനല്ല, അതായത് നമ്മളെ വിളിക്കണു, നമ്മൾ ചെല്ലണു, അഭിനയിക്കണം, അത്രേ ഉള്ളൂ. അതിലിപ്പോ നമ്മളെ കൂടെ അഭിനയിക്കണവർ എങ്ങനെയാന്ന് ഞാൻ നോക്കണില്ല, ഞാനത് നോക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എന്റെ പല ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരുപാട് വെബ് സീരീസുകൾ ഉണ്ടല്ലോ, ചാൻസ് കിട്ടിയാൽ താങ്കൾ അതിൽ അഭിനയിക്കൂ? മനസ്സിലായില്ല. ആ സീരീസിൽ ഇപ്പോ നിലവിലുണ്ടല്ലോ. എക്സ്പോ എന്ന് പറയുമ്പോ നമ്മള് ഇപ്പൊ എക്സ്പോ അല്ല, അഡൽട്ട് കണ്ടന്റ് വരുന്ന വെബ് സീരീസ് ആണത്. ഓക്കെ, ഫേമസ് ആണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ റദ്ദ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ പോലെ പറയാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക്. പക്ഷെ എന്നാലും പറഞ്ഞോളൂ, അഡൽട്ട് കണ്ടന്റ് വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ താങ്കൾ 18+ ചെയ്യുന്നുണ്ടല്ലോ, റീൽസിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊരു കോള് വന്നു കഴിഞ്ഞാൽ താങ്കൾ അംഗീകരിക്കില്ലാന്ന്? അതിൽ താല്പര്യമില്ല, അഡൽട്സ് താല്പര്യമില്ല, 18+ ഈ പറഞ്ഞ. പക്ഷെ ഇതൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്തേ ഇത് നിരവധി കുട്ടികൾ കാണുന്നുണ്ട് ഇല്ലേ? 18+ ആയിട്ടുള്ള കുട്ടികൾ കാണുന്നുണ്ട്, അതിനുള്ള ഇടയിലുള്ള കുട്ടികൾ പെട്ടെന്ന് കാണാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ തോന്നിയിട്ടില്ലേ ഇത്? ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് അതിലെന്താ വൃത്തികേടായിട്ട് തോന്നുന്നു? അല്ല, വൃത്തികേടായിട്ടില്ല, ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് കമന്റ് ആയിട്ട് താഴെ വരിക. അപ്പൊ അങ്ങനെ ഒരു പണിയും ഇല്ല, വീട്ടില് വെറുതെ ഇരിക്കണ ചേട്ടന്മാര് ചേച്ചിമാരാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാര്. മനസ്സിലായോ? നമുക്ക് കഴിവുള്ളത് കൊണ്ടാണ് നമ്മളെ പല ചാനലുകാരും പിടിക്കണത്. ഈ 10 ക്യാമറയുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ അത്യാവശ്യം തൊലിക്കട്ടി വേണം, വേണ്ടേ? 10 ആൾക്കാരുടെ ഇടയിൽ ചെന്ന് നിന്ന് ക്യാമറയിൽ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതിന് അത്യാവശ്യം തൊലിക്കട്ടി വേണം. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഈ കമന്റ് ഇടുന്നവര് അവിടെ നിന്ന് ഇടാൻ തന്നെ പറ്റുള്ളൂ, ഒരു രക്ഷയുമില്ല. ഇത് നന്നായി കണ്ടന്റ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന ആളുകളുണ്ട്. നന്നായാലും നമുക്ക് നെഗറ്റീവ് തന്നെ വരുള്ളൂ. അതെ, തീർച്ചയായിട്ടും. നെഗറ്റീവ് വരുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും അത് ഒരുപോലെ തന്നെയാണ് വരുന്ന കാര്യം. അപ്പൊ താങ്കള് പരിപൂർണമായിട്ട് ഇനി ആക്ടിങ് ഫീൽഡിലേക്ക് ഒരു കാര്യം, സിനിമ ഷക്കീലാമ്മ എത്രയോ ചെറുപ്പക്കാരോട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഇന്റർവ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവര് ഫേമസ് ആയേനെ, താങ്കളെ പോലൊക്കെ. മനസ്സിലായോ? ഇപ്പോഴാണല്ലോ നമുക്ക് ഫേമസ് ആണല്ലോ. അത് ഓൾവേസ് ഷക്കീല നടിയാണ് ഓൾറെഡി. ഈ പറഞ്ഞ മൂവീസിലേക്ക് വരുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി ഇഷ്ടംപോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇപ്പൊ എന്താ പറയുക, ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ, അത് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള മൂവീസിൽ അത് അഭിനയിച്ചിട്ടുണ്ട് ഷക്കീലാമ്മ, ഇല്ലയെന്ന് പറയുന്നില്ല. അതിനുശേഷമാണ് ഇവർ കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള അഡൽട്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ വന്നിട്ടുള്ളത്. പക്ഷെ അത് അന്നത്തെ സംസാര വിഷയം, അതൊരു ഫാൻസ് അവിടെ ഉണ്ട്. അതല്ലല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ചർക്കപ്പെറുക്ക, അതിനനുസരിച്ച് കോലം മാറുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ച് എല്ലാവരും മാറും. അതാ തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ ഇനി എന്താണ് അടുത്ത ഭാവി പ്ലാൻ?
ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോ ഞാൻ ചെയ്യണ ജോലി തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനാണ്. പ്ലാനിങ് ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്ലാനിങ് ഇല്ല. അപ്പോ എല്ലാം അപ്പാപ്പ നടക്കണ കാര്യങ്ങളാണ്. യെസ്. ഈ വീണ്ടും ഏതെങ്കിലും പുതിയ ആൽബംസ് എന്തെങ്കിലും വരുന്നുണ്ടോ? പുതിയ ആൽബം രേണുവിന്റെ കൂടെ, രേണു ഒന്ന് ഓക്കെ ആയ പുതിയൊരു ആൽബം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യണമെന്ന് രേണു പറഞ്ഞിട്ടുണ്ട്, ഉടനെ ചെയ്യും. ഇപ്പോ വയ്യാത്ത അവസ്ഥയിലിരിക്കുകയാണ് അല്ലേ? അത് മാറും. മിറാക്കൾ സംഭവിക്കാതെ തീർച്ചയായിട്ടും അത് മാറുന്നത് തന്നെയാണ് നമ്മള് പ്രാർത്ഥിക്കുന്നത്. ഒരാളും ബോൾഡാണ്, എന്ത് വന്നാലും നേരിടും. തീർച്ചയായും അത്രമാത്രം ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യം അത്രമാത്രം രേണു കേട്ടിട്ടുണ്ട് പലരിന്നും പല രീതിയിൽ. അതാ പറഞ്ഞ, ഒറ്റയ്ക്ക് ഒരു പെണ്ണ് പോകുമ്പോഴും ഒരാണ് പോകുമ്പോഴും പല സ്ഥലത്തുനിന്നും പല ചോദ്യങ്ങളും വരും. അതൊക്കെ മറികടന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കാന്നുണ്ടെങ്കിൽ അതൊരു കഴിവല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഈ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. പിന്നെ അത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടൻ വരെ അങ്ങനെ ഒരു വ്യക്തിയാക്കണം. പവറാണ് അതൊക്കെ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും രേണുവിനോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം സതീഷിന് ലഭിക്കുകയാണ് അല്ലെ? അതേതാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടനെ ഉണ്ട്. ഞങ്ങൾ ഒരു വെറൈറ്റി ആണ്. അതിന് പേരൊക്കെ നൽകിയിട്ടുണ്ടോ? പേരായിട്ടില്ല. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി, കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. ആരാണത് നിലവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധാനം? അൻഷാദ് പാല അല്ലെ? അതിന് പേരിട്ടിട്ടുണ്ടോ? പേരൊന്നും ഇല്ല, ഇപ്പൊ പറയാൻ പറ്റില്ല. അതിനെ പറ്റി കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ. റിക്കവർ ആയ ഉടനെ ഉണ്ടാവും ഷൂട്ട്. അതെവിടെ ലൊക്കേഷൻ തീരുമാനിച്ചിട്ടുണ്ടോ? അത് അവരെ ഭാഗത്തായിരിക്കണം. അവരുടെ ഭാഗം എന്ന് പറയുമ്പോൾ രേണു കോട്ടയാണോ? യെസ്. അപ്പൊ പുതിയ ഷോർട്ട് ഫിലിംസിൽ ഒത്തിരി ചെയ്യുന്നുണ്ടോ? അത് ഷോർട്ട് ഫിലിംസ് ആണ്? ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഒരു 2 ഷോർട്ട് വീഡിയോ ചെയ്തു. പിന്നെ വൈറൽ താരം. ഇത് വൈറൽ താരത്തിന്റെ കണ്ടന്റ് എന്തായിരുന്നു? ശരി, അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാഷൻ ഷോ സംബന്ധിച്ചിട്ടാണ്. അതായത് നമ്മളെവിടെ പോയിട്ടും വൈറലാവുന്നില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടും വൈറലാവുന്നില്ല. അപ്പൊ വൈറലാവാൻ നമ്മൾ എന്ത് ചെയ്യും? അല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പൊ അത് എന്തൊക്കെയാണ് അതിന്റെ സംഭവം എന്നൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയ പാക്കേജ്. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ഇനിയിപ്പോ സെക്കൻഡ് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ ഷൂട്ട് ഉണ്ടാവും. റിലീസ് ആയിട്ടില്ല? ഇല്ല ആവുന്നേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, റിലീസ് ആയിട്ടുണ്ട് യൂട്യൂബിൽ ഉണ്ടല്ലേ? ഓക്കെ. അതേതായിരുന്നു? വൈറൽ താരം അല്ലേ? അതിന്റെ ഫസ്റ്റ് വന്നുണ്ട്. സെക്കൻഡിന് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇനി നല്ല പോലെ സീരിയൽസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇതുവരെയായിട്ടും? ഞാൻ സീരിയലിൽ നോക്കിയിട്ടില്ല. ഞാൻ സീരിയൽ നടിമാരുടെ ഒക്കെ പണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതാരൊക്കെയാ? അത് ഫസ്റ്റ് ഞാൻ പോയിരുന്നു മാളവിക വെയിൽസ് സീരിയൽ, അമ്മൂന്റെ അമ്മ. അറിയാം. മനോരമയിലാന്ന് തോന്നുന്നു. പിന്നെ സെക്കൻഡ് ഞാൻ ചെയ്തിരുന്നത് അവരുടെ തന്നെ ഡിസൈനിങ്, മഞ്ഞിലൊരിഞ്ഞ പൂ. തേർഡ് ഞാൻ ചെയ്തത് കാർത്തിക ദീപം സീരിയൽ. അതിൽ ജിസ്മി എന്ന് പറഞ്ഞ ഒരു കാർത്തിക ദീപം ഏഷ്യൻറ്റോ? സി കേരള അവരെ പേഴ്സണൽ അസിസ്റ്റന്റ്. പിന്നെ അതിന് ഇതിൽ വയനാട് മുപ്പാട് കാന്താരം എന്നൊരു ഫിലിം ഉണ്ടായിരുന്നു. കാന്താരം അത് ജോൺ കോക്കൻ, ജീവിക എന്ന ആർട്ടിസ്റ്റ്, അവരെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. എങ്ങനെ ഈ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും ബുദ്ധിമുട്ടാണോ? അത് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും? ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോകണം. ഷൂട്ട് കഴിയണവരെ നമുക്ക് അവരെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഒന്ന് വിശദീകരിക്കാമോ? അത് എങ്ങനെയാണ്? അവരെ ഫുൾ കയറിങ് നമുക്കായിരിക്കും. ഒരു ആക്ടേഴ്സിന്റെയും ആക്ടറുടെയും ആരെ കൂടെ നമ്മൾ പോണെന്ന് വെച്ചാൽ ആളുടെ ഫുൾ കയറിങ് എന്ന് വെച്ചാൽ അവരെല്ലാം നമ്മളെ ഏൽപ്പിക്കുക. എന്തൊക്കെയായിരിക്കും അവരുടെ ഷെഡ്യൂൾസ്? എല്ലാം കോസ്റ്റ്യൂം, മൊബൈൽ ഫോൺ, ഗോൾഡ്, ക്യാഷ് എല്ലാം. അപ്പൊ നമ്മള് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് പിടിച്ച പണി താങ്കളായിട്ട് തന്നെ ഒഴിവാക്കിയാണ്? ഇല്ല, എനിക്ക് ഇപ്പൊ തിരക്കുകൾ കാരണമാണ് ഞാൻ പോവാത്തത്. വിളിക്കുന്നുണ്ട്, ഞാൻ പോവാനാണ്. ഇതെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവിയിൽ പരുവത്തി ചെയ്യുന്നതേ പറഞ്ഞാൽ സിനിമയിലൊരു ഭാവി കണ്ടിട്ടുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ ശരിക്കും? ഇല്ല. എന്തുകൊണ്ടാ? ഇപ്പൊ അതന്നെ ഞാൻ പറഞ്ഞത്, ഞാനൊന്നും പ്ലാനിങ് എന്താന്ന് പറഞ്ഞു. ഒരു പ്ലാനിങ് അല്ലാത്ത വ്യക്തിനെ എടുത്തിട്ടാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലേ? ഭയങ്കര കഷ്ടമാണല്ലോ. ഒന്നിനും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. പക്ഷെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിയിട്ടുള്ള ഒത്തിരി പേരെ ഞാൻ അറിയും. സീരിയസ്ലി ഇതുപോലെ വൈറൽ താരങ്ങൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതിലൊരു ചേട്ടനിയുണ്ട്, ഒരു പക്ഷെ അറിയായിരിക്കും, ദോസ് എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ ഇപ്പൊ തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവരിതുപോലെ
മീൻസ് ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ കണ്ട ഒരു ആൾ കണ്ട സ്വപ്നം ഇപ്പോൾ അത് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും നമ്മളൊപ്പം ഇവിടെ അവർ ജോയിൻ ചെയ്യുകയും ചെയ്യും. അവരുടെ മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ. താങ്കൾ മാത്രം ഇതിലൊരു സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ ചെറുപ്പം തൊട്ട് വളരെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ വിദ്യാഭ്യാസം എൻ്റെ സ്റ്റോപ്പായ ആളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണത്? അയ്യോ, അത് പറയാൻ ബുദ്ധിമുട്ടാണ്. പേഴ്സണൽ ആയതുകൊണ്ട് വളരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നാണോ അല്ലെങ്കിൽ വളരെ ഞാൻ ഇന്നും ആ ഒരു വിഷയത്തിനെ പറ്റി ഇന്നും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടും അല്ലേ? അപ്പൊ അത് പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എൻ്റെ കരിയറും കാര്യങ്ങളായിട്ട് ഞാൻ പോവാണ്. ഒരു ഒഴുക്കിലൂടെ, അതായത് തിര ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെ ഒഴുകിക്കൊണ്ട് ഇപ്പൊ കിട്ടുന്ന കാര്യങ്ങളിൽ ഹാപ്പിയാണ്. അങ്ങനെയല്ല, ഹാപ്പി ആയിരിക്കുക. തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും എന്നും. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല അവസരങ്ങൾ താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ തേടി വരട്ടെ. ഇനി നല്ല ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. ഫാഷൻ മേഖലയിലാണെങ്കിലും പറഞ്ഞ മോഡലിങ്ങിലാണെങ്കിലും ഒക്കെ തന്നെ എപ്പോഴും ലൈഫ് സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.